യെശയ്യാവ് 61:8 ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ഞാൻ വിശ്വസ്തതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. യഹോവ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുന്നു, അന്യായത്തെ കവർച്ച ചെയ്യുന്നു. ന്യായത്തെ ദൈവം ഇഷ്ടപ്പെടും, അന്യായം ദൈവത്തിന് ഇഷ്ടമല്ല. അത് എവിടെയായാലും, ദൈവസന്നിധിയിലായാലും, ഭവനത്തിനകത്തായാലും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും, ഏത് സ്ഥലത്തായാലും ദൈവം ന്യായത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അന്യായമായി ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏക്കുമോ? എവിടെ? പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അന്യായത്തെ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. ദൈവം ന്യായത്തെ മാത്രമേ ഇഷ്ടപ്പെടൂ. ഒരു കഷ്ടതയിൽ നമ്മൾ മാറി നിൽക്കുക ദൈവമല്ല. അതാ പറഞ്ഞത്, യഹോവ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടും. ഇന്ന് നിങ്ങൾ ന്യായമായിട്ട് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിൻ്റെ മേൽ മറുപടി വന്നിരിക്കും. നിങ്ങൾ ന്യായമായിട്ട് പ്രാർത്ഥിക്കുന്ന, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പിടിച്ചെടുത്തോളാം, പിടിച്ചെടുത്തോളാം. ന്യായമായിട്ട് നിങ്ങൾ ന്യായമാണോ പ്രാർത്ഥിക്കുന്നത്? ന്യായത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നവൻ നീതിമാനായ ദൈവ നമുക്കുന്നുണ്ട് ഉത്തരം തരുക. പറ, ധൈര്യമായിട്ട് പറ, എൻ്റെ വിഷയത്തിൻ്റെ മേലെ ദൈവം എനിക്ക് മറുപടി തരും. എൻ്റെ എനിക്ക് മറുപടി തരാതെ പോകത്തില്ല. ന്യായത്തിന്റെ മേൽ അവൻ ന്യായത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അന്യായത്തെ ദൈവം സ്നേഹിക്കുന്നില്ല, അന്യായത്തെ വെറുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ട് പറ, അത് ഉറപ്പോടെ പറ, എന്റെ ദൈവം ന്യായം മാത്രമേ നടക്കൂ. 2025 ദൈവം ന്യായത്തെ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. അന്യായമായി പ്രാർത്ഥിച്ചത്, നിന്നെ അന്യായമായി പ്രാർത്ഥിച്ചത് ഒരു ദൂത് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ അന്യായമായി പ്രാർത്ഥിച്ച് ബന്ധിച്ച കെട്ടുന്ന് പൊട്ടും. പ്രാർത്ഥിച്ചോ, പിടിച്ചെടുത്തോ. അന്യായമായി പ്രാർത്ഥിച്ച് നിന്നെ ബന്ധിച്ച് അടിമയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അടിമത്വത്തിന് പൊട്ടുന്ന വർഷമാണ് 2025. ശബന രഗന ധീന രഗനെ വൈഡവ രാജപദീന രഗനെ അസ്തര ബൗഡവ രാജപദീന രഗനെ അസ്തൽ പ്രൗഢവ രാജപദീന രഗനെ വൈഡ മാന റീഖ ബാബ റീഖ മാന. ഇത് പറയുമ്പോ നിന്റെ തലയ്ക്കകത്ത് നിന്റെ കൈയെടുത്തങ്ങ് വെക്കണം. ഇത് പറയുമ്പോ വലത്തെ കൈ എടുത്ത് നിന്റെ തലയിൽ വെക്കണം. വെച്ചോ, വിശ്വാസത്തോടെ വെച്ചോ. നിന്റെ തലയില് നിന്റെ കൈ എടുത്ത് വെക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം വന്ന് വീഴുകയാണ്. ഒരു ദൈവ സാന്നിധ്യം വീഴുകയാണ്. നിന്റെ തലയില് അന്യായമായി ബന്ധിച്ച് കെട്ടിയ കെട്ടുകള് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാനത് പൊട്ടിക്കും. കെട്ടിനൊരു പരിധിയുണ്ട്, എന്നും കെട്ടി നിൽക്കത്തില്ല. ഒരു കെട്ട് കെട്ടിവെച്ച അത് എന്നും നിലനിൽക്കത്തില്ലെന്ന് ആത്മാവനോട് പറയുന്നു. അതൊരു പരിധിയുണ്ട്. പരിധി കഴിയുമ്പോ ആ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ കെട്ടി. പത്രോസിന്റെ വിഷയം നമ്മൾ പിന്നെ എടുക്കും. പക്ഷെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ്. പത്രോസിനെ കെട്ടി, പത്രോസിനെ കാരാഗരത്തില് ചങ്ങലയിട്ട് കെട്ടി. പക്ഷെ അതിനു മുമ്പേ യോഹന്നാന്റെ തല വെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്ക്. പത്രോസിനെ കാരാഗരത്തിൽ കെട്ടിയപ്പോ അതിന് മുന്നോടിയായി യോഹന്നാന്റെ തല വെട്ടി. പക്ഷെ അടുത്ത് യോഹന്നാന്റെ തല ഛേദിച്ചു കഴിഞ്ഞാൽ അടുത്ത തല ആരെ തല വെട്ടണം? പത്രോസിന്റെ തല. ഹല്ലേലൂയ. പക്ഷേ പത്രോസ് തല പോയാലും കുഴപ്പമില്ല. എൻ്റെ ദൈവത്തിന് വേണ്ടി തല പോയാലും കുഴപ്പമില്ലെന്ന്. ഹല്ലേലൂയ. അന്യായമായ കെട്ടാ നല്ല കെട്ടാണോ? അത് നല്ല കെട്ടാണോ? അല്ല. അപ്പൊ പത്രോസ് മനസ്സിൽ പറഞ്ഞു, എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ തലയുടെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവർക്ക് ആ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. തല പോണ വിഷയത്തിന്റെ മേൽ നിങ്ങളുടെ തല പോകുന്ന വിഷയം വരെ വരും. ഈ വർഷം തല പോകുന്ന വിഷയം വരെ വരും.
ആമേ സഹോദരിമാരെ വരും, തല പോകുന്ന വിഷയം വരെ വരും. പക്ഷെ അവിടെ വരെ നീ പിടിച്ചു നിൽക്കണം, അവിടെ വരെ നീ പിടിച്ചു നിൽക്കണം. പക്ഷേ നീ സമ്മതിച്ചു, നീ താഴ്ത്തി കൊടുത്തു, അവിടെ നിനക്ക് ഒരു ടെൻഷനില്ല. പത്രോസിന് ഒരു ടെൻഷനും ഇല്ല. യേശുവിനായി മരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഒരു വിചാരിക്കും ഒരു ചിന്തയില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചില്ലയോ, അതുകൊണ്ട് യേശുവിനാൽ മരിക്കുന്നത്. ഇത് അന്യായമായ സുവിശേഷം മുഖാന്തരം, ദൈവവചനം പറഞ്ഞ മുഖാന്തരം, വേറെ ഒന്നുമില്ല, വചനം പ്രസംഗിച്ച മുഖാന്തരം അന്യായമായ ഒരു കെട്ടുവിഴുന്നു പത്രോസിനെ. ഹല്ലേലൂയ. പക്ഷെ യോഹന്നാന്റെ മേൽ കണ്ണടച്ചു. പത്രോസിന്റെ മേൽ കണ്ണടയ്ക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. പത്രോസിന്റെ മേൽ കണ്ണടയ്ക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ലെന്നേ എന്ന് പറയുമ്പോൾ നിനക്കെതിരായിട്ട് കണ്ണടയ്ക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. നിനക്കെതിരായിട്ട് എൻ്റെ ദൈവം കണ്ണടയ്ക്കത്തില്ല, കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. കണ്ണടയ്ക്കത്തില്ല, കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. പക്ഷേ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് സഭ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ദൈവമക്കളെ, ഇന്ന് ഉപവാസത്തിന്റെ 3-ാം ദിവസമാണ്. അന്യായമായ കെട്ടിന് പൊട്ടിയേ പറ്റൂ. ഒരു പത്രോസിന്റെ കെട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പത്രോസുമാരുടെ കെട്ടിന് പൊട്ടാനുണ്ട്, ഒരുപാട് സഹോദരിമാരുടെ ബന്ധനം പൊട്ടുവാനുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന ആത്മാ പറയുന്നുണ്ട്, ഇതിനകത്ത് നിന്ന് ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് മാത്രമല്ല, ഇതിന് പുറത്തും അന്യായമായ കെട്ടി ബന്ധിച്ച് അടിമയാക്കി അതിനെ ഒരു പശുവിനെ കൊണ്ടുപോകുന്നത് പോലെ ഒരു കയറും പിടിച്ചു കൊണ്ടുപോകുന്ന അന്യായ ബന്ധനങ്ങളെ ഈ 25-ൽ തകർന്നേ പറ്റൂ. ഇത് തകർന്നേ പറ്റൂ. നിന്റെ തലമുറകള് ഇന്ന് കയറി വരാത്ത കാരണം എന്താ? നാളെ കയറി വരാൻ പോകുകയാണ്. ഇന്ന് വന്നില്ല, നാളെ കയറി വരും. നിന്റെ കുടുംബത്തിനകത്തുള്ള ബന്ധുക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കളൊന്നും ഇന്ന് വന്നില്ല എങ്കിൽ ഇന്ന് ഇതിനകത്തുനിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ദൈവം തുടരണമേ എന്ന് അന്യായ ബന്ധനത്തിന്റെ കെട്ടുകളെ സ്വർഗത്തിന്റെ ദൈവം കരം തൊട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ വചനം പറഞ്ഞത്, യെശയ്യാവ് 61:8 വാക്യത്തിൽ പറഞ്ഞത്, യഹോവ ന്യായത്തെ ഇഷ്ടപ്പെടുന്നു, അന്യായമായി കവർച്ചയെ വെറുക്കുന്നു. അന്യായമായി കവർച്ച, മോഷണം, അന്യായമായ രീതിയിൽ അന്യാരാധനകൾ, അന്യ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അന്യായമായത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധന ഏത് ആരാധനയാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ കരമടിച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഇന്ന് ഇതിനകത്ത് ഹൃദയം ഞുറുങ്ങുന്നവരുണ്ട്, വേദന നടുവിലിരിക്കുന്നവരോട് പറയുകയാണ്, നിന്റെ വിഷയത്തിന് മേൽ മറുപടി വന്നിരിക്കും. ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന മുമ്പേ, ഇതിനവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന മുമ്പേ ആത്മ പറയുന്നുണ്ട്, ഒരു മറുപടി വന്നിരിക്കുക. നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം കലങ്ങിയ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവ ന്യായത്തിന്റെ മേലൊരു മറുപടി, ന്യായത്തിന്റെ മേലൊരു മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇട്ടു തരുന്നത് പിടിച്ചത്. നിന്റെ കുടുംബം അറിയണം. നിങ്ങൾക്ക് വിടുതൽ വരുമ്പോൾ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കണം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വിടുതൽ നടക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു പകൽക്കാലമായി മാറട്ടെ. ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നു. എവിടെ വന്നു? മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ വന്നിട്ട് നിലവിളിക്കുകയാണ്. വിശന്നപ്പോൾ ആദ്യം വെള്ളത്തിന് വേണ്ടി നിലവിളിച്ചു. ദൈവം വെള്ളം കൊടുത്തു. പിന്നെ അവർക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതിയോ? ആഹാരം ദൈവം വിളിച്ചിറക്കിയല്ലേ? നല്ല ആഹാരം വേണം. ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് ആഹാരം കൂടെ എടുക്കാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇറങ്ങുന്നതിൽ പറഞ്ഞത് ചില എടുക്കാൻ പറ്റുന്നതിലൊക്കെ എടുത്തു. എത്ര ദിവസം കഴിക്കും? എത്ര ദിവസം നീണ്ട യാത്രയാണ്, എത്ര ദിവസം കഴിക്കും? ആമേഹല അതെല്ലാം തീർന്നു. എടുത്ത കയ്യിലിരുന്ന എല്ലാം തീർന്നു. പക്ഷേ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിളിച്ചിറക്കി പുറത്ത് കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ നടക്കാൻ പറയുന്നുണ്ടെങ്കിൽ മരുഭൂമി നിനക്ക് ഒരു പ്രതീക്ഷയും കാണത്തില്ല, ദൈവത്തിനൊരു പ്രതീക്ഷ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ ജനം നിലവിളിക്കുന്ന ആ നിലവിളി
ന്യായമാണ്. ആ ന്യായത്തെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതവരുടെ ദൈവം ന്യായത്തെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് വാക്യത്തിലേക്ക് വരാം. മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. നോക്കിക്കോണം, വലിയൊരു സംഘ പരിപാലകരെയാണ് മോശയും അഹരോനും നയിച്ചത്. മോശ നയിച്ചു, അഹരോൻ നയിച്ചു. അപ്പോൾ ഇവരെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നടത്തുന്നവർക്കെതിരായിട്ട് പിറുപിറുക്കും. അത് എവിടെ എങ്ങനെയാണ്? നേതാവിനെതിരെയാണ് പിറുപിറുക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിറുപിറുപ്പ് അന്നും നമുക്കുണ്ട്. ഇന്നും ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മളെ ഇടയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. കുടുംബത്തിനകത്ത് എന്തെങ്കിലും കുറയുമ്പോൾ ഇത്തിരി പിറുപിറുപ്പ് വരും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യം നടക്കുമ്പോൾ നമുക്ക് പിറുപിറുപ്പ് വരും. അതൊക്കെ സാധാരണ ഇതിനകത്ത് അന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ പിറുപിറുക്കുമ്പോൾ നമ്മളറിയും, നമ്മളിത് ആരും അറിയുന്നില്ല, നമ്മുടെ മനസ്സ് മാത്രമേ പിറുപിറുക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ണും കയ്യും കാലൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ കല്ലിൽ എവിടെയൊക്കെ ഇങ്ങനെ പോകണം. പക്ഷേ നിൻ്റെ സകലത്തിൻ്റെ മേൽ പാവങ്ങളെല്ലാം അറിയാവുന്നൊരു ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ വിളിച്ചിറങ്ങി അടിമത്തത്തിൽ നിന്നും വിളിച്ച് 430 വർഷം അവർ അടിമത്തത്തിലായിരുന്നു മിസ്രൈമിൽ. 430 കൊല്ലമാണ് മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്നത്. മറക്കരുത്. അവിടെ നിന്നും വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് അനുഗ്രഹങ്ങൾ ആദ്യമേ കണ്ടു. 10 അവിടെ വാതകളയച്ച് കണ്ടു. അതെല്ലാം കഴിഞ്ഞു. ചെങ്കടൽ അത്ഭുതം കണ്ടു, അതും കണ്ടു. കയ്പിൻ്റെ അവിടെ വന്നു, അവിടെയും അത്ഭുതം കണ്ട് കയറുവാണ് ഇസ്രായേൽ ജനം. അത്ഭുതം കണ്ട് ഒന്നല്ല, അത്ഭുതം കണ്ടിരിക്കുമ്പോഴും അവിടെ ചില നീരസങ്ങൾ വരുന്നു. പക്ഷേ അത്ഭുതത്തിൻ്റെ ഒരു മാല തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ഓരോന്ന്. പക്ഷേ മാലയ്ക്കകത്തൊരു ക്യാപ്പുണ്ട് കേട്ടോ. ഒരു മുത്തു ചേർക്കുന്നൊരു മാലയുണ്ടല്ലോ, ചില മാലയ്ക്കകത്തൊരു ക്യാപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം വെള്ളം കുടിച്ചു. വെള്ളം മാത്രം കുടിച്ചാൽ പോരല്ലോ, അല്ല തിന്നണ്ടേ. വെള്ളം മാത്രം കുടിച്ച വിശപ്പടങ്ങുമോ? ചിലർ വെള്ളം കുടിച്ചും വിശപ്പടക്കും. അതൊക്കെ ഒരു പരിധി വരെ പറ്റുള്ളൂ. നമുക്കൊരു പരിധി വരെ വെള്ളം കുടിച്ചൊക്കെ ഭക്ഷണം കഴിയാതൊക്കെ ചിലർ വെള്ളം കുടിച്ച് ജീവിക്കുന്നത്, അതൊക്കെ ഒരു പരിധി വരെ. ചില ജീവിതകാലം മുഴുവനും വെള്ളം കുടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടാണ്. മാക്സിമം കുറേ ദിവസം വെള്ളം കുടിക്കാൻ പറ്റും, കുടിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അത് വേറെ ലെവലാണ്, അതൊക്കെ വേറെ മെത്തേഡാണ്. പക്ഷേ ഇവിടെ സംഘമൊക്കെ മോശയ്ക്ക് അവരോട് എന്തിനാ പ്രവൃത്തത്? ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും ഇത്തിരി ഇറച്ചി തിന്നാൻ ഇത്തിരി കൊതിയ, കുറേ ദിവസമായി ഇത്തിരി ഇറച്ചി കഴിച്ചിട്ട് ഈ വെയിലത്തൊക്കെ നടന്ന് അനുഗ്രഹങ്ങളെ കണ്ടു, വിടുതൽ കണ്ടു. ഇറച്ചിക്കലത്തങ്ങളുടെ അടുക്കലിരുന്ന ദിവസങ്ങൾ മറന്നുപോയി. അതാ ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ അത് ഇറച്ചിക്കലങ്ങളുടെ അടുക്കലേക്ക് ഇരിക്കുകയും തൃപ്തിയാകോണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത എവിടെ വെച്ചു? മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നോക്കിക്കോളാം, ഇറച്ചി കിട്ടാത്തതുകൊണ്ട് അതിനെക്കാട്ടി അവിടെ തിന്നിട്ട് അവിടെ മരിക്കുകയാണ് നല്ലതെന്ന്. എങ്ങനെയുണ്ട്? പ്രൈസലഹലെ. ഒരു വിടുതലല്ല എനിക്ക് ആവശ്യം, എനിക്കൊരു വിടുതലല്ല ആവശ്യം, ഇറച്ചി തിന്നിട്ട് ചിലർ പറഞ്ഞില്ലേ, ഇന്നത് തിന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ചില ആഹാര സാധനത്തിനോട് പറയും അല്ലേ, ഇന്നത് കഴിച്ചിട്ടൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. ഇന്നും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടാതെ വരുമ്പോൾ പറയും, ഈ അനുഗ്രഹത്തിൻ്റെ രുചി വന്ന് കയറിയപ്പോൾ ദൈവം ചെയ്ത അത്ഭുതം അങ്ങ് മറന്നുപോയി. ഇപ്പോൾ രുചി വന്ന് എവിടെ പിടിച്ചു? തലയ്ക്ക് പിടിച്ചിരിക്കുക. ആ കലത്തിലെ ഇറച്ചിയുടെ ടേസ്റ്റ് തലയ്ക്ക് പിടിച്ചപ്പോൾ അവിടെ എല്ലാം മറന്നു. ആ ഒരു സെക്കൻഡ് കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ഇതിനെക്കാട്ടിലും അടിമത്തിൽ കിടന്ന മിസ്രൈമിലെ ആ ഇറച്ചിക്കലത്തിനടുത്ത് തിന്നും കൊണ്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന വാക്ക് അവരവിടെ പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ തൃപ്തിമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. മിസ്രൈം ദേശത്ത് യഹോവയുടെ കയ്യാൽ അവിടെ തിന്നിട്ട് അവിടെ വെച്ച് കൊന്നെങ്കിൽ മതിയായിരുന്നു, എങ്കിലും കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘം മുഴുവനും പട്ടിണിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ജനം പറയുകയാണ്, ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണെങ്കിൽ നിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ ഭാഷയിൽ പറയണമെങ്കിൽ നേതാവിനോട് പറയും, നിങ്ങളെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നിട്ട് എന്താണ് വിളിച്ച് പറയുമ്പോൾ, തേനും പാലും ഒഴുകുന്ന കാനാദേശം തരാമെന്ന് ആമയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. വന്ന ഉടനെ അടുത്ത് തേനും പാലും കാനാദേശം എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം ദൈവത്തെ അറിഞ്ഞ ഉടനെ തേനും കുടിക്കണം, പാലും കുടിക്കണം, സ്വർഗീയ ജീവിതമായിരിക്കണം.
ഇല്ല മക്കളെ, അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ദൈവം നോക്കും. അതൊക്കെ കുടിക്കാൻ നിന്നെ യോഗ്യതയാക്കി കൊണ്ടുവന്നിട്ടേ കുടിക്കാൻ തരത്തുള്ളൂ. അതിനുവേണ്ടി നിന്നെ ഒരുക്കും. അതിനുവേണ്ടി തേനും പാലും കുടിക്കുവാൻ നിന്നെ ഒരുക്കിയെടുക്കും. ഒരുങ്ങണം. നിന്റെ കാഴ്ചവെട്ടിലേക്ക് അനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ നീ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം. ഇന്ന് പ്രതീക്ഷയോടെ നിന്റെ വിഷയത്തെ ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ച് കൊടുത്ത് ഇന്ന് നീ പറഞ്ഞ, കർത്താവേ, എനിക്ക് ചുറ്റും നോക്കുന്നുണ്ട്, എല്ലാം എതിരാണ്, എല്ലാം അവിടെ എതിരായി നിൽക്കുമ്പോൾ അനുകൂലമായി മാറ്റുന്നൊരു സ്വർഗമുണ്ട്. ഈ മരുഭൂമിയിൽ എങ്ങനെ തിന്നും, ഞാൻ എങ്ങനെ കുടിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? നീ ആഗ്രഹിക്കുന്ന സാധനം തരുക. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം മാത്രമല്ല, ആഗ്രഹിക്കാത്ത കാര്യം കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ കൈമാറുന്നുണ്ടെന്ന് ഒരു ദൂത് ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. നീ ആഗ്രഹിച്ച സാധനമല്ല, ആഗ്രഹിക്കുന്ന അപ്പുറമായ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ടെന്ന് ആത്മാവൊരു ദൂത് ദൈവസഭയോട് ഞാൻ കൈമാറുന്നുണ്ട്. അത് ബ്ലെസ് ചെയ്തോ നിങ്ങള്, അല്ലെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ പെട്ടെന്ന് പറയും, ഇത്രയും പെട്ടെന്ന് എൻ്റെ കടഭാരം തീർന്നു. ഹല്ലേലൂയ, ഇത്രയും പെട്ടെന്ന് എൻ്റെ കടഭാരം തീർന്നു. അത് സംഭവിക്കാൻ പോണു കേട്ടോ, ഇത്രയും പെട്ടെന്ന് എൻ്റെ കടഭാരം തീർന്നു. നിങ്ങളെ ഫ്രീ ആക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ഫ്രീ ആക്കാൻ പോവുകയാണ്. ഫ്രീ ആക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥകൾ മാറ്റം വരുത്താൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് അപ്പുറമായി ചെയ്യുന്ന ഒരു ദൈവത്തെ ഇന്ന് നീ കാണണം. നീ പ്രതീക്ഷിക്കുന്ന കാര്യം മാത്രമല്ല, അപ്പുറമായി തരുന്ന ഒരു ദൈവത്തെ നിന്റെ മുമ്പിൽ കാണണം. നിന്റെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരണം. നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് പറ, അത് യേശുവിന് കഴിയാം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവിന് അത് കഴിയാം. ഞാൻ പ്രതീക്ഷിച്ചത് മാത്രമല്ല, അപ്പുറമായി തരുന്ന ഒരു നന്മ ദൈവം നിനക്ക് തരുന്നുണ്ട്. ഏറെ ചിലർ കുറെ പറക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഏറെ പറക്കിയവനും കുറെ പറക്കിയവനും കുറവ് കണ്ടില്ല. ഓരോരുത്തൻ താൻ ഭക്ഷിക്കാന്നിടത്തോളം പെറുക്കിയിരുന്നു. നോക്കിക്കോളാം, അവരവർക്ക് ഭക്ഷിക്കുന്നിടത്തോളം പറക്കിയെടുത്തിരുന്നു. പിറ്റേന്നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കാതിരുന്നത് മോശ പറഞ്ഞു. പറയിക്കോളെ, നിങ്ങൾ ഇന്നുള്ള കാര്യം മാത്രമേ എടുക്കാവൂ. ഒരു കണ്ടീഷനുണ്ട്, നാളത്തേക്കൂടെ. അപ്പോൾ നാളത്തെ കാര്യം പറക്കരുത്. ഇന്ന് ഇവിടെ നിന്ന് പറയിക്കോളണം. ഇന്നത്തോളം മാത്രമേ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളൂ, എടുക്കാവൂ. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു. നോക്കിക്കോളാം. അവിടെ വായിച്ചോ. അടുത്ത് അത് ക്രമിപ്പിച്ചു. നാറി മോശ അവരോട് കോപിച്ചു. നോക്കിക്കോളാം. ചിലരുടെ പറഞ്ഞ് ഇത് പറഞ്ഞു, എല്ലാവരുടെയും പറയുമ്പോൾ ചിലരാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് പേര് പറഞ്ഞു നിങ്ങൾ ദൈവം എല്ലാവരുടെയും പറഞ്ഞു ദൈവം കൽപ്പിച്ചത് അന്നെന്നുള്ള പറക്കണമെന്ന്. ചിലർ ഇതിനകത്ത് വന്നിട്ട് പറഞ്ഞു നാളത്തേക്കൂടെ അങ്ങ് പറക്കി. എവിടെ തെറ്റി? നമുക്ക് ഇന്ന് എല്ലാം കൂടെ പറക്കി വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ 2 മാസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട. ദൈവം അങ്ങനെയല്ല, ഇന്നത്തേക്കുള്ളത് മാത്രം ഇന്ന് പറക്കാൻ പറ്റൂ. അപ്പോൾ മോശ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കാണ് മോശ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ ചിലർ ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്കൂടെ പറക്കുവാനിടുന്നു. അവരെ നമുക്ക് പറയാം ആർത്തി പണ്ടാരമാണെങ്കിൽ പറയാം, അല്ലേ? ഇതൊക്കെ ദൈവം തരുന്നത്, നിങ്ങൾക്ക് തന്നതാ. അപ്പോൾ ചിലർ അനുസരണക്കേട് കാണിച്ചു. അവർ പറക്കി എന്ത് ചെയ്തു? നാളത്തേക്കൂടെ എടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ക്രമിച്ചത് നാറി. അവിടെ എന്ത് ചെയ്തു? മൂക്ക് പൊത്തേണ്ടി വന്നു. മൂക്ക് പൊത്തണമെങ്കിൽ, ക്രമിക്കണമെങ്കിൽ അനുസരണക്കേടാണ്. ചിലത് ക്രമിച്ച് നാറെന്ന് ഞാനിന്ന് വിളിച്ചു പറയും. നീ ദൈവത്തിന്റെ മുമ്പിൽ അനുസരണക്കേട് വന്നാൽ നീ ക്രമിക്കും. അനുസരണക്കേടാണ് അനുഗ്രഹത്തിൽ നിന്നും വെളിയിലോട്ട് പോയത്. ഇന്ന് മൂക്ക് പൊത്തണമെങ്കിൽ, നിന്നെ നോക്കി 10 പേര് മൂക്ക് പൊത്തണമെങ്കിൽ നമ്മുടെ ആർത്തി കൂടിയപ്പോഴും വാ നമുക്ക് കുറച്ചുകൂടെ പറക്കാം. ഇവിടെ നിന്ന് പറക്കിയതും പോരാ. ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, തവള ചാടും പോലെ ചാട്ടം വരും, തവളച്ചാട്ടം. പ്രൈസലോ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് നിനക്ക് ആവശ്യമുള്ള തൃപ്തിപ്പെടുത്ത്. ഇന്നിപ്പോൾ ഈ ആഴ്ച ഇവിടെ തൃപ്തിപ്പെടും, അടുത്ത ആഴ്ച വേറെ പള്ളി തൃപ്തിപ്പെടുത്തും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ആരെ തൃപ്തിപ്പെടുത്താനാ? പാസ്റ്ററിനെ തൃപ്തിപ്പെടുത്താനാ?
മോശേനെ അഹരോനെ നിങ്ങളാരും തൃപ്തിപ്പെടുത്തണ്ട, ദൈവത്തിന് തൃപ്തിപ്പെടുന്നില്ലേ? നിന്നെ ദൈവത്തിന്റെ കരകൾ കൊട്, നീ ദൈവത്തിന്റെ കരകൾ തൃപ്തിപ്പെടുന്ന അടങ്ങിയിരി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പറയാണ് പാസ്റ്റേ, ഞങ്ങൾക്ക് ഇന്നത്തെ നാളത്തേക്കൂടെ തന്നാൽ ഇപ്പൊ ഈ ഒരു മാസം 31 ഉണ്ടല്ലേ, കഴിഞ്ഞ മാസം 31 അനുഗ്രഹം ഒരുമിച്ച് തന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിൽ ഇരിക്കാം. ദൈവം വീട്ടിൽ ഇരിക്കാനല്ല, അന്നെന്നുള്ള കാര്യം ചെയ്യണം. അന്നെന്നുള്ള ആഹാരം നിനക്ക് പറഞ്ഞിട്ടുണ്ട്, അന്നെന്നുള്ളത് മാത്രമേ നീ എടുക്കാവൂ. ആമേൻ. പിറ്റന്നത്തെ കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് അനുസരണക്കേട് നാറുവാനിട വരും, മൂക്ക് പൊത്തേണ്ടി വരും. എവിടെ അനുസരണക്കേട് വന്നോ അന്ന് ഏതൻ തോട്ടത്തിൽ വെച്ച് ഒരു അനുസരണക്കേടാണ് ഇന്ന് മൂക്ക് പൊത്തേണ്ടി വന്നത്. ജീവിതം ചീഞ്ഞ് നാറിയത്, അത് ക്രമിക്കേണ്ടി വരും. അത് ക്രമിക്കാതിരിക്കണമെങ്കിൽ നീ ദൈവ സന്നിധിയിൽ ദൈവം പറയുന്നത് പോലെ കേട്ട് അനുസരിച്ച്, ചട്ടങ്ങൾ അനുസരിച്ച്, പ്രമാണങ്ങൾ അനുസരിച്ച് ഒന്ന് താഴ്ന്നിരിക്കുമെങ്കിൽ നീ യഹോവയാണെന്ന് അറിയും. അനുഭവിക്കുവാനാ വിളി. ദൈവ പൈതലേ, ദൈവം നിന്നെ അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹം അനുഭവിക്കണം, അനുഭവം കണ്ടുപോവാനല്ല. ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ നീ ദൈവത്തെ വിളിച്ചിറക്കി നിന്നെ ദൈവം കൊണ്ടുവന്നത് അനുഗ്രഹം അനുഭവിച്ചു പോവാനാ. സന്തോഷം അനുഭവിക്കണം, സമൃദ്ധി അനുഭവിക്കണം. അനുഗ്രഹം അനുഭവിക്കുന്നവനാ അത് സമൃദ്ധി വരുന്നത്. അതിനിടയ്ക്ക് വെച്ച് ചിലവര് ദൈവത്തിന് ഹിതമില്ലാത്തത്, അനുസരണക്കേട്, ചട്ടക്കേട് വന്ന സമയത്ത് അവിടെ ക്രമിക്കേണ്ടി വന്നത് അത് നിന്റെ കയ്യിരിപ്പോണ്ടാണ്. ദൈവത്തെ കുറ്റം പറഞ്ഞ കാര്യമല്ല. ഇന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പരാജയം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറ, കർത്താവെ തെറ്റു പറ്റിപ്പോയി, ഒന്ന് തിരുത്താൻ തയ്യാറാകണം. ഇന്ന് മനസ്സുകളൊന്ന് മാറണം, നിങ്ങൾ മനം തിരിയണം. ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റു പറഞ്ഞ് ഒരു മടങ്ങി വരവ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് തെറ്റുകളെ തിരുത്തുവാൻ ആഗ്രഹമുണ്ടോ? ദൈവം പറയുന്ന കാര്യം അപ്പുറമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 7-ാം ദിവസം പറക്കേണ്ട കാര്യമില്ല. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അത് ശബത്താണ്. അത് നമുക്ക് ആ ദിവസം ആരും പുറത്തു പോകരുത്. ഇന്ന് പറയാണ്, നമ്മൾ 3 ദിവസം ഉപവസിച്ചിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ വരണം. ഇതെല്ലാവരും അനുസരിച്ചോ? ചിലർ പറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, ചിലവർ പറക്കാൻ വേണ്ടി പലരും പോയി. അവിടെ ഇരിക്കേണ്ട അടുത്ത് അങ്ങ് ഇരിക്കണം. 6 ദിവസം മാത്രമേ പറക്കും വ്യവസ്ഥയുള്ളൂ. അപ്പോൾ അവർക്ക് സംശയം, മോശ പറഞ്ഞിട്ട് ദൈവം പറഞ്ഞ വാക്ക് മോശ പറഞ്ഞപ്പോൾ ചിലർ സംശയം, 6 ദിവസം കിട്ടിയില്ലേ? ഈ സംശയം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കൂണ് മഴയത്തുണ്ടാവുമല്ലോ, കൂണ് ഇഷ്ടംപോലെ പറക്കിയിട്ടുണ്ട് ഞാൻ. നമുക്കിങ്ങനെ അരിക്കുമ്പളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അരിക്കുമ്പള്, ഉപ്പുക്കുമ്പള്. നമ്മളെ കേരളത്തിലുള്ള സാധനമാണ്. വിദേശത്ത് എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് അറിയത്തില്ല. ചാനലിലൂടെ കേൾക്കുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ കേരളത്തിലുള്ള സാധനമാണ് അരിക്കുമ്പള്, ഉപ്പുക്കുമ്പള്, കൂണെന്ന് പറയും. ഞങ്ങൾ മഴ സമയത്തൊക്കെയാണ് ഇത് ഇഷ്ടംപോലെ കിട്ടുന്നത്. ഒരു ദിവസം നോക്കിയപ്പോൾ വട്ടിക്കണക്കിന് പറക്കി. ഇതെല്ലാം കഴിച്ചുകൊണ്ട് നേരം വെളുക്കുമ്പോൾ ഓടും. ചിലപ്പോൾ അങ്ങും ഇഞ്ഞും 2-3 കിട്ടും. ഇത് ഒരാഴ്ച വരെ ഓടും, ഉണ്ടോ എന്നറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞതുപോലെയാണ് സ്വർഗത്തിലെ മന്ന വെച്ചിരുന്നത്, അപ്പം വെച്ചിരുന്നത്. പക്ഷേ 6 ദിവസം മാത്രമേ ദൈവം പുറത്തു വെച്ചതുള്ളൂ. 6 ദിവസം പുറത്തു വെച്ചപ്പോൾ എന്തുകൊണ്ട് 7-ാം ദിവസം സ്വർഗത്തിലെ ദൈവം അകത്തു നിനക്ക് കൊണ്ടുവന്നു? പിടികിട്ടിയില്ല. എല്ലാവരും പിടികിട്ടില്ല. 6 ദിവസം ദൈവം പുറത്തു വെച്ചപ്പോ 7-ാം ദിവസം സ്വർഗത്തിലെ ദൈവം നിനക്ക് അപ്പമായിട്ട് ഇറങ്ങി വന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തട്ടെ. അപ്പം തരുന്നവൻ നിന്റെ അടുക്കൽ വരുന്നു. ആത്മമണ്ഡലത്തെ പിടിച്ചെടുത്തോ. 6 ദിവസം പുറത്തു വെച്ച് തന്നപ്പോ 7-ാം ദിവസമായ ശബത്ത് ഇന്ന് അകത്തു വെച്ചാണ് തരുന്നത്. അകത്തു വന്ന ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ ഈ ദൈവത്തെ വിട്ട് പുറത്തുപോയി പറക്കാൻ പോയി. അകത്തിരിക്കുന്ന ദൈവം വന്നപ്പോ, ദൈവം അകത്തിൽ വന്നത്, അപ്പം വെളിയിലല്ലേ തന്നത്. പക്ഷെ അപ്പം സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ് ആര്? നമ്മുടെ കർത്താവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് അകത്ത് വന്നപ്പോ ഇത് മറന്നിട്ടാണ് പുറത്തു പോയത്. അപ്പം തന്നവൻ അകത്ത് വന്നിരിക്കുമ്പോ നമ്മൾ അകത്തിരിക്കണോ? ഇരിക്കണ്ടേ? അകത്തിരിക്കണോ? 7-ാം ദിവസം എവിടെ ഇരുന്നാ കിട്ടും? പള്ളിക്കകത്ത് ദേവാലയം ഇരിക്കണം.
അതാണ് ശബത്ത്. കാലടക്കി വയ്ക്കണം. അപ്പം തരുന്നിടത്ത് കാലടക്കി വയ്ക്കണമെന്ന് പറയുന്നു. ഇതറിയാത്ത വിവരക്കേടുകളാണ് ഞായറാഴ്ച പെണ്ണ് കാണൽ, കല്യാണം, ഇതൊക്കെ ഉണ്ട്. നൂലുകെട്ട്, വസ്തു അളക്കം, പിന്നെ ഒരു വിരുന്നിന് പോക്ക്, ഇതെല്ലാം പൂട്ടിപ്പോകും. ഞായറാഴ്ചയ്ക്ക് നീ ദൈവം അകത്ത് അപ്പമായിട്ട് വരുമ്പോൾ നീ പുറത്ത് അപ്പത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ചില നാണക്കേടുകൾ വന്ന് വീഴും, പരാജയങ്ങൾ വന്ന് വീഴും. ദൈവം അകത്ത് വരുമ്പോൾ നീ അകത്ത് കാണണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവ പൈതലെ, ദൈവ അകത്ത് 7-ാം ദിവസം അകത്താണ്. ഉത്സവ ദിവസമാണ്, ശബത്താണ്. ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുമ്പോ നീ അതിനകത്ത് വേണം. എടാ, അപ്പൻ പുറത്ത് വെച്ച് തന്നപ്പോ ഇന്ന് ദൈവം അകത്താണ് വന്നിരിക്കുന്നത്. ഇന്ന് നീ വെളിയിൽ പോകണ്ട, ഇന്ന് പുറത്ത് പോകണ്ട. ഇന്ന് നീ അടക്കി വീട്ടിൽ ഇരിക്കണം. ആരെ തിരിക്കണം? ഒരുമനപ്പെട്ടിരിക്കണം. ഈ അപ്പമായി വന്നപ്പോ ഇന്ന് ചിലവരെന്തേത് പുറത്ത് പോയി. അവരവസ്ഥ ഒന്ന് വായിച്ചേ. അവർ വിചാരിക്കും ഇപ്പൊ കൊണ്ടുവരാന്ന്. ശബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറേ. ചിലരെ പറ, ചിലർ പുറത്ത് പിറക്കാൻ പോയി. 7-ാം ദിവസം ഉണ്ടായില്ല. പുറത്തു പോയവർ കാണാതെ നിരാശയോടെ ഇന്ന് തെക്കേ വടക്കേ എന്ന് കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട, വടക്കേ കോട്ട, കാക്കോട്ട, പല കോട്ടയും നടക്കുമ്പോ ഇന്ന് പറയുന്നുണ്ട് ദൈവം, തിരുവചനം പറയുന്നുണ്ട്, നീ തെക്കോട്ടും വടക്കോട്ടും പോകാതെ ദൈവസ്ഥൽ അടങ്ങിയിരിക്കുമെങ്കിൽ, നിന്റെ കാലടക്കി വയ്ക്കുമെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ മന്ന നീ ഭക്ഷിക്കും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ആത്മഭാരത്തോടെ ഇന്നത്തെ ദിവസം നമ്മൾ പോകരുത്, പുറത്ത് പോകരുത്, ഒരു കാര്യം സെറ്റ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസത്തെയാണ്, ഈ ദൈവത്തിന്റെ ദിവസത്തെയാണ് നമ്മൾ മോട്ടിക്കുന്നത്. നമ്മൾ ഈ ദിവസത്തെയാണ് അകത്ത് അനുഗ്രഹമായി, അനുഗ്രഹത്തിന്റെ ദാതാവ് എന്ന് തരുന്ന ആള്. ഈ ദാതാവ് അകത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് അകത്തൊന്നും വെച്ച് കിട്ടൂല. ഇന്ന് കല്യാണം വീട്ടിൽ കഴിഞ്ഞാൽ 12 ഐറ്റം കൂട്ടാനും 4 ഐറ്റം പായസവും അതിനിടയ്ക്ക് ബോളിയുടെ വെച്ച് അടിക്കാമെന്ന്. പക്ഷെ അത് നിനക്ക് തോന്നുന്ന അതിലോട്ട് പോകുമ്പോൾ അത് താൽക്കാലം ജീർണിക്കും. അതിന്റെ അനുഗ്രഹത്തിലോട്ടല്ല, ഇന്നത്തെ ഒരു സത്യയിലോട്ടല്ല, ഇന്നത്തെ വിരുന്നിലോട്ടല്ല, നിനക്ക് വേണ്ടി എന്നേക്കും തരുന്ന നാറിപ്പോകാത്തത്, ജീർണിച്ച് പോകാത്തത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാടിലോട്ട് കയറണം. വിശുദ്ധ ആരാധന ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ വിശുദ്ധ ആരാധനയിൽ കാലുകൾ വെച്ച് വീട്ടിയിരിക്കരുത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടണം. 6 ദിവസം വരെ ജോലി. 6 ദിവസം വരെ പോറ്റുന്ന ദൈവത്തിന് 7-ാം ദിവസം പോറ്റുവാൻ അറിയാം. ഹല്ലേലൂയ. ഇന്ന് സമൃദ്ധിയുടെ ദിവസമാണ്. ഇന്ന് ഉത്സവത്തിന്റെ സമൃദ്ധിയുടെ ദിവസമാണ്. ഈ സമൃദ്ധിയുള്ള സമയത്ത് നമ്മൾ പ്രാപിക്കാൻ തയ്യാറായിക്കൊള്ളണം. ദൈവ പൈതല്, സമൃദ്ധിയുടെ ദിവസത്തിൽ നീ പ്രാപിച്ച അടുത്ത 6 ദിവസം നീ മുട്ടിപ്പോകത്തില്ല. നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അടുത്ത നാളെ പ്രഭാതത്തില് വീണ്ടും അകത്ത് വെച്ച് തന്ന ദൈവ പുറത്ത് വെച്ച് തരും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ചിലർ പോയിട്ട് കിട്ടിയില്ല, ഇത് അനുസരണക്കേട് കാണിച്ചു. ചിലവർ 7-ാം ദിവസം ഇരുന്നില്ല, ചിലർ പുറത്ത് പറക്കാൻ പോയി. അവര് നിരാശയോടെ വരുമ്പോ ഇതിനകത്തിരുന്നവർ പറയുന്നു അനുഗ്രഹത്തോടെ ഇറങ്ങിപ്പോകും. അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോ അടുത്ത് 8-ാം ദിവസം, ഒരാഴ്ച, നാളെ 8-ാം ദിവസമാണ് അല്ലേ? നമുക്ക് 6 ദിവസം പറക്കി ഇന്ന് 7-ാം ദിവസം ദൈവസന്നിധിക്കുന്നു. ദൈവം നമുക്ക് സ്വർഗീയ മന്ന തന്നുകൊണ്ടിരിക്കുന്നു. വിടുതലെടുക്കുന്നു, അത്ഭുതം നടക്കുന്നു. ഇതിനകത്ത് വ്യാപരിക്കുന്ന വിടുതൽ നടക്കുന്നുണ്ട്. ദൈവം സൗഖ്യമാക്കേണ്ട സൗഖ്യമാകുന്നുണ്ട്. നിങ്ങളുടെ വിഷയത്തിന് മേൽ മറുപടി തരുന്നുണ്ട്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ദൈവം സെറ്റ് ചെയ്യാണ്. പക്ഷേ പുറത്ത് തരേണ്ടത് പുറത്ത് തരുവാൻ ഒരു പരിധിയുണ്ട് കുഞ്ഞ്. പുറത്ത് വെച്ചാൽ ഒരു പരിധിയുണ്ട്, പക്ഷെ അകത്ത് തരുന്നതിന് ഒരു പരിധിയുണ്ട്. 2 കാര്യം പറയാം. പുറത്ത് വെച്ച് തരുന്നതിന് ഒരു അളവുണ്ട്. എല്ലാം പുറത്ത് വെച്ച് തരാൻ പറ്റുമോ? ചിലർ വിളിച്ചുകൊണ്ട് ബാങ്കിനകത്തിട്ട് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് റൂമിലോട്ട് മാനേജർ കൊണ്ടുപോകും. ഒരു 5 കോടി ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് എല്ലാവരെയും മാറ്റിക്കൊണ്ടുപോകും. വേർപെട്ട് കൊണ്ടുപോകില്ലേ എന്ന് ഉള്ളവരവർ ഇല്ലാത്തവരെ നിങ്ങൾക്ക് വരാൻ പോവുക.
അനുഗ്രഹം വരാൻ പോവുകയാണ്. അപ്പോൾ പുറത്ത് തരുന്നത് പോലെയല്ല അകത്ത് വരുന്നത്, വ്യത്യസ്തമാണ്. ഇന്ന് നിങ്ങൾക്ക് നേരിട്ടാണ് ദൈവം തരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് പുറത്തിങ്ങനെ മഞ്ഞിൽ മൂടി മഞ്ഞിനകത്ത് വെച്ച് ഐസ് കട്ടയ്ക്കകത്ത് വെച്ചത് അപ്പത്തെ അല്ല, ഐസ് കട്ടയ്ക്കകത്ത് വെക്കാത്ത നേരിട്ട് ഇറങ്ങി വരുന്ന അപ്പത്തെയാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു വെളിപ്പാടിലോട്ട് കൊണ്ടുപോകണം. ആ ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പിടിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പുറത്തു പോയവരൊന്നും എടുക്കുവാൻ പറ്റിയില്ല. അകത്തിരിക്കുന്നവൻ പ്രാപിച്ചു, അകത്തിരിക്കുന്നവൻ പ്രാപിച്ചു. അകത്ത് വിളമ്പുന്നവന്റെ അടുക്കൽ ഇരുന്ന പ്രാപിക്കാം. അകത്ത് വിളമ്പിന്റെ അടുത്തിരുന്ന ദൈവത്തിന്റെ സന്നി ചേർന്നിരുന്ന ചില നിനക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത്. 7-ാം ദിവസത്തെ നിസ്സാരമായിട്ട് മറ്റൊന്ന് ഭൗതികത്തിലേക്ക് പോകാതെ ആത്മീയത്തിലെടുത്ത 8-ാം ദിവസത്തെ നിനക്ക് ആത്മീയത്തിൽ ഭൗതികത്തിലെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ കരുണ കാണിക്കും. ഈ ആഴ്ച വന്നു, അടുത്ത ആഴ്ച വരുമെന്തോ, വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ 7-ാം ദിവസം അടങ്ങിയിരിക്കണം. അനുഗ്രഹം ആലയത്തിനകത്താണ്, പുറത്തല്ല. മറ്റൊരു കാര്യത്തിന് വേർതിരിക്കരുത്. ഒരു ഫംഗ്ഷന് നിങ്ങൾ പോകരുത്. നിങ്ങൾ എത്ര ബന്ധുക്കളെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, ദൈവം നിന്നെ കയറ്റിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബക്കാരാണ്, കൂട്ടുകാരാണ്, ബന്ധുക്കളാണ്, ഇതെല്ലാം പറയും. പക്ഷെ ചട്ടം അനുസരിക്കണം. എൻ്റെ അല്ല, ദൈവത്തിൻ്റെ ചട്ടം നമ്മൾ അനുസരിക്കുമെങ്കിൽ ഒരിക്കലും ജീർണിച്ചു പോകത്തില്ല. ഒരിക്കലും അത് മറ്റുള്ളൊരു മൂക്ക് നിന്നെക്കുറിച്ച് പറയുമ്പോൾ മൂക്ക് പൊത്തേണ്ട ഗതിയോട് വരത്തില്ല. ദൈവ സമൃദ്ധി അതിനെ അനുഗ്രഹിക്കും. ഒരു നിമിഷം കണ്ടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേൽ ദൈവം ഇടപെട്ടനായി, ഞങ്ങളുടെ മേൽ അനുഗ്രഹം പകർന്നതിനായി സ്തോത്രം, ദൈവത്തിന് മഹത്വം ഇറങ്ങിയനായി സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയും ഇന്നത്തെ സഭാ ശുശ്രൂഷ ഓർത്ത് കർത്താവേ, ഉത്സവത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് ഞങ്ങളെ കയറ്റിയനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിതാ സ്വർഗത്തിലെ മന്ന ഭക്ഷിക്കുവാൻ അടുത്ത തിരുവത്താഴത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പാ, തിരുവത്താഴത്തിൽ വരികയാണ്. അവിടെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന അപ്പത്തിൻ്റെ രൂപത്തിലോ അപ്പച്ച വീഞ്ഞിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന സ്വർഗമേ, ഞങ്ങളുടെ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് നിറഞ്ഞ് ദൈവമേ, ഞങ്ങൾ നിറഞ്ഞ് പുറത്ത് അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ദൈവ സഹായിക്കും. പുതിയ മാസം പുതിയ അനുഗ്രഹത്തോടെ കയറുക. ഈ 3-ാം മാസം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായി ചില മുളച്ചു വരത്തക്കവണ്ണം, ചില കയ്യിൽ വരത്തക്കവണ്ണം, അകത്തിരിക്കുമ്പോ ചില നന്മകൾ നിന്റെ കയ്യിൽ വീഴുന്നുണ്ടോ, പുറത്ത് പോകുമ്പോ ചില അനുഗ്രഹങ്ങൾ നിന്റെ കയ്യിൽ വീഴുന്നുണ്ടോ, അത് സംഭവിക്കുന്നിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ തൻ്റെ മക്കൾ കർത്താവേ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥി. ഈ വർഷം ദൈവത്തെ അനുസരിച്ച് ഇരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ പകർന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. അടിയൻ ഇതുവരെ നിർത്തിയനായി സ്തോത്രം, അടിയൻ ഉപയോഗിച്ചനായി സ്തോത്രം. മുഴുവൻ മഹത്വം ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശു നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.